അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ പ്രശ്നമെന്താണ്? മുസ്ലിം രാജ്യമായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പോരടിക്കുന്നത് എന്തുകൊണ്ട്? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. പാലൂട്ടി വളർത്തിയവർ തിരിഞ്ഞുകൊത്തുമ്പോൾ. വർഷങ്ങൾക്ക് മുൻപ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തപ്പോൾ അതിനെ വാഴ്ത്തി പാടിയവരാണ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനുമേൽ ബന്ധിച്ചിരുന്ന അടിമത്തത്തിന്റെ ചങ്ങല തകർത്തെറിഞ്ഞിരിക്കുന്നുവെന്നാണ് ഇമ്രാൻഖാൻ അന്ന് വാഴ്ത്തിപ്പാടിയത്. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് പെട്ടെന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തിരിച്ചെത്തിയതോടെ പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾ 10 മടങ്ങാണ് വർദ്ധിച്ചത്. താലിബാന്റെ ആക്രമണം ശക്തമായതോടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി രേഖയായി കരുതപ്പെടുന്ന 2640 കിലോമീറ്റർ നീളമുള്ള ഡ്യൂറൻ ലൈൻ കടന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ തിരിച്ചടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ കൂടുതലും പ്രവർത്തിച്ചത് തെഹ്രീക്ക് താലിബാൻ എന്ന തീവ്രവാദ ഗ്രൂപ്പായിരുന്നു. വ്യത്യസ്ത സംഘടനകളെങ്കിലും ആശയപരമായി സമാന ലക്ഷ്യങ്ങളുള്ളവരാണ് താലിബാനും തെഹ്രീക്ക് താലിബാനും. തെഹ്രീക്ക് താലിബാൻ എല്ലാവിധ പിന്തുണയും നൽകുന്നതും താലിബാനാണ്. അഫ്ഗാനിസ്ഥാനിലെ പോലെ പാകിസ്ഥാനിലും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയാണ് തെഹ്രീക്ക് താലിബാന്റെ ലക്ഷ്യം. ഇത് ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പേരാണ് കൊല്ലപ്പെട്ടത്. പുതിയൊരു പഠന റിപ്പോർട്ട് അനുസരിച്ച് 2022 അപേക്ഷിച്ച് 2023 ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ 56% വർധനവാണ് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. 500 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1500ഓളം പേർ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയുവാൻ നടപടിയെടുക്കണമെന്ന് താലിബാൻ സർക്കാരിനോട് പാകിസ്ഥാൻ പലതവണയാണ് ആവശ്യപ്പെട്ടത്. ഫലമില്ലാതെ വന്നതോടെ അഫ്ഗാനിസ്ഥാനെതിരെ നടപടികൾ നിർബന്ധിതമായി. വിസ വ്യാപാര നിയന്ത്രണങ്ങൾക്ക് പുറമെ രേഖകളില്ലാതെ പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന 5 ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കുകയും ചെയ്തു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായി. തെഹ്രീക്ക് താലിബാൻ കൂടുതൽ ആക്രമണങ്ങൾ ഇതിനോടനുബന്ധിച്ച് അഴിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ തെഹ്രീക്ക് താലിബാൻ നടത്തിയ ആക്രമണത്തിൽ 16 പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെയാണ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ പക്തിയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതും 46 പേർ കൊല്ലപ്പെട്ടതും. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുവാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഉപയോഗപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ടെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ 2 ദിവസം നീളുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി സർക്കാരിനെതിരെയും അദ്ദേഹം വിമർശനമുന്നയിച്ചു. ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പ്രത്യയശാസ്ത്രപരമായി ഇന്ത്യക്ക് പാകിസ്ഥാനോട് ശത്രുതയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുവെന്നും ഇമ്രാൻഖാൻ പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിലും മുന്നേറ്റത്തിലും ഇന്ത്യക്കുള്ള പങ്ക് വർദ്ധിക്കണമെന്ന് അമേരിക്ക അടുത്തിടെ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കങ്ങളെ പാകിസ്ഥാൻ ആശങ്കയോടെയാണ് കാണുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെയും അതിർത്തിയിലെ സുരക്ഷയെയും ഇന്ത്യയുടെ സാന്നിധ്യം ദോഷകരമായി ബാധിക്കുമെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ ശക്തികളെ ഉപയോഗിച്ച് ഇന്ത്യ ഇസ്ലാമാബാദിനെതിരായ നീക്കം നടത്തുന്നുവെന്ന അടിസ്ഥാനരഹിതമായ ആരോപണവും പാകിസ്ഥാൻ അടുത്തിടെ ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ താലിബാന്റെ തുടക്കകാലം മുതൽ അവരെ പിന്തുണച്ചു വന്നവരാണ് പാകിസ്ഥാൻ സർക്കാർ. ഒടുവിൽ തീവ്രവാദത്തിനുള്ള പിന്തുണ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. പാകിസ്ഥാൻ എന്നും തലവേദനയായ ബലൂചിസ്ഥാൻ വിമോചന പോരാളികളും തെഹ്രീക്ക് താലിബാനും കൈകോർക്കുന്നുവെന്ന സൂചനകളും അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഇറാനുമായുള്ള പാകിസ്ഥാന്റെ ബന്ധവും അത്ര മികച്ചതല്ല. ഇറാനിയൻ ഭീകരർക്ക് പാകിസ്ഥാൻ അഭയമൊരുക്കുന്നു എന്നാരോപിച്ച് ബലൂച്ച് മേഖലയിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സംഘർഷം രൂക്ഷമാകാതെ നോക്കാൻ ഇരു രാജ്യങ്ങൾക്കുമായി. അഫ്ഗാനിസ്ഥാനുമായി അതിനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.